കർണാടക മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാറിന്റെ പേര് നിർദ്ദേശിച്ച സിദ്ധരാമയ്യ മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിലാണ് പേര് സിദ്ധരാമയ്യ നിർദ്ദേശിച്ചത്. 3 ഉപമുഖ്യമന്ത്രിമാർ മന്ത്രിസഭയിലെത്തും എന്നും സൂചനയുണ്ട്. സിദ്ധരാമയ്യയുടെ വിശ്വസ്തരായിരിക്കും ഉപമുഖ്യമന്ത്രിമാരാവുക. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, പ്രശ്നങ്ങളില്ലാതെ കർണാടക രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ധരാമയ്യ തന്നെ ഡി.കെയുടെ പേര് നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് യോഗത്തിലാണ് സിദ്ധരാമയ്യ രാജി ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരെ അറിയിച്ചത്. ഇന്ന് ശനിയാഴ്ചയോടുകൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകും. ഡി.കെ. ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായ സ്ഥാനമേൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോബിൾ, വിവരങ്ങൾ. മാധു, കർണാടകയുടെ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ എത്തും എന്ന് ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ എം.എൽ.എമാരും ഒപ്പം മന്ത്രിമാരും ഒക്കെ പങ്കെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് യോഗത്തിൽ സിദ്ധരാമയ്യ തന്നെ ഡി.കെ. ശിവകുമാറിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞിരിക്കുന്നു. ആ പേര് ഉയർത്തിക്കാട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് 3 മണിക്ക് ഗവർണറെ കണ്ടുകൊണ്ട് രാജി സമർപ്പിക്കുകയാണ് സിദ്ധരാമയ്യ ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിദ്ധരാമയ്യയുടെ വിശ്വസ്തരെ അടക്കം മന്ത്രിസഭയിൽ കൂടുതൽ എത്തിക്കും എന്നാണ് വിവരം ഉള്ളത്. നിലവിൽ ഡി.കെ. ശിവകുമാർ മാത്രമാണ് ഉപമുഖ്യമന്ത്രി. പക്ഷേ 3 ഉപമുഖ്യമന്ത്രിമാർ ഇനിയിപ്പോൾ ഈ സർക്കാരിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സിദ്ധരാമയ്യയുടെ വിശ്വസ്തരായിരിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക. ഒരുപക്ഷെ സിദ്ധരാമയ്യയുടെ മകൻ അടക്കം ആ പദവിയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലത്തെ KPCC, അതായത് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഡി.കെ. ശിവകുമാർ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആ പദവി അദ്ദേഹം ഒഴിയും. തന്റെ വിശ്വസ്തർ, അതായത് സിദ്ധരാമയ്യ ക്യാമ്പിൽ ഒരു പ്രധാനിക്ക് ആ പദവി നൽകണം എന്ന ആവശ്യവും സിദ്ധരാമയ്യക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ്. എന്താണെങ്കിലും ശനിയാഴ്ച പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. വൈകിട്ട് 5 മണിക്ക് സിദ്ധരാമയ്യ ദില്ലിയിലേക്ക് പുറപ്പെടും എന്നും വിവരമുണ്ട്. പ്രത്യേക വിമാനത്തിലാണ് ദില്ലിയിലേക്ക് പുറപ്പെടുക എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ദില്ലിയിൽ രാഹുൽ ഗാന്ധിയായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ തന്നെ കൃത്യമായ നിലപാടുകൾ ഒപ്പം ഡിമാൻഡുകൾ അടക്കം ഹൈക്കമാൻഡിനെ അറിയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ രാജ്യസഭ അംഗമാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെങ്കിൽ പോലും സിദ്ധരാമയ്യ അതിന് വഴങ്ങിയിട്ടില്ല. കാരണം താൻ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിലും ശക്തമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന നിലപാടാണ് സിദ്ധരാമയ്ക്കുള്ളത്. ആ പശ്ചാത്തലത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, ആലോചിക്കുന്നില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരു ഭാഗം നേതാക്കൾ, പ്രത്യേകിച്ച് OBC വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്കും അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾക്കൊക്കെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോകുന്നതിൽ വലിയ അതൃപ്തിയുണ്ട്. പ്രതിഷേധങ്ങളടക്കം അദ്ദേഹത്തിന് അനുയായികൾ ആലോചിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യ തന്നെ ഡി.കെ. ശിവകുമാറിന്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അത് പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ സഹായിക്കും എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ കർണാടകയിലെ ഈ തർക്കത്തിന് ഒരു താൽക്കാലികമായ പരിഹാരം കണ്ടെത്താൻ നിലവിലത്തെ ഈ അധികാരം മാറ്റം വഴി കഴിയും എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴും സിദ്ധരാമയ്ക്കൊപ്പം നിൽക്കുന്ന MLA മാർ